ലോകരാജ്യങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിനിടയിലും ഗസ സിറ്റിയിൽ വ്യോമ കരയാക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ. 79 ഫലസ്തീനികളെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി. ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർ കൂടി പട്ടിണി മൂലം മരിച്ചു. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, കരയുദ്ധം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കൂട്ടപ്പലായനം ഇത് എങ്ങോട്ടാണ് ഈ ജീവനുകളെ എത്തിക്കുക? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിന് വ്യാപകമായ തോതിലുള്ള വ്യോമാക്രമണവും ഷെല്ലാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കരയാക്രമണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇസ്രായേൽ സൈനിക നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ദെറൽ ബലാഹ്, അതോടൊപ്പം തന്നെ കാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലും വൻതോതിലുള്ള ആക്രമണങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്നും കൃത്യമായിട്ടുള്ള ലക്ഷ്യം പോലും ഇല്ലാതെ അവിടെ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. പുതുതായിട്ട് സലാഹുദ്ദീൻ സ്ട്രീറ്റ് മുഖേന ഒരു മാർഗം കൂടി മവാസിയിലേക്ക്, തെക്കൻ ഗസയുടെ ഒരു ഭാഗമാണ് മവാസി, ആ ഭാഗത്തേക്കാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വടക്കൻ ഗസയിലേക്കുള്ള ഭക്ഷ്യ സഹായം ഉൾപ്പെടെ എല്ലാം തൽക്കാലം വിലക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് ഏറ്റവും ചുരുങ്ങിയത് 6 ലക്ഷം പലസ്തീനികളെ പട്ടിണിയിലേക്ക് തള്ളിവിടും. ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങളിലേക്കായിരിക്കും വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്ന് UN ഏജൻസി